ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിലോ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഈ ചാപ്റ്റർ വളരെയധികം ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നത്. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ചാപ്റ്റർ അത്രത്തോളം ഡിഫിക്കൽട്ടായിട്ട് വരികയല്ലാതെ മറിച്ച് ഈസി ആയിട്ട് തോന്നാറേ ഇല്ല. കാരണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിലോ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറഞ്ഞ സമയത്ത് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ അടിപൊളിയായിട്ട് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന കാര്യം പറയാം. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയും ചെയ്യുന്ന കെമിസ്ട്രിയിലെ ബ്രാഞ്ചിനെയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുക. ഇവിടെയുള്ള എനർജി ചേഞ്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി കിട്ടുന്ന അതിലുള്ള എനർജി ചേഞ്ച് എങ്ങനെയായിരിക്കും? കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജിയാണ്. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജി ഇൻടു കെമിക്കൽ എനർജിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യമാണ്. 10ാം ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവിടെയാണ് പഠിക്കുന്നത്. നമ്മൾ കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ചു തുടങ്ങുന്നത്. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നുണ്ട്. കറണ്ട് കൊടുത്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന സെല്ലുകളെയാണ് ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ ഇത് പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ, ആനോഡുള്ള റിയാക്ഷൻ എന്താണ്, കാഥോഡുള്ള റിയാക്ഷൻ എന്താണ്, ഓവറോൾ റിയാക്ഷൻ എന്താണ്, സെൽ റെപ്രസെൻറ്റേഷൻ എന്താണ് എന്നീ മുഴുവൻ കാര്യങ്ങളും, ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നീ മുഴുവൻ കാര്യങ്ങളും കുറഞ്ഞ സമയത്തിൽ മനസ്സിലാക്കി തരാം. ഇന്ന് ഈ പറയാൻ പോകുന്ന ഈ കാര്യം നിങ്ങൾ ഒരിക്കലും കാണാതെ പഠിക്കേണ്ടി വരില്ല. മാത്രമല്ല ഇത് മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. അങ്ങനെ ഒരുപാട് ട്രിക്സ് ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മതി. ഈ ചാപ്റ്ററെ സെറ്റാക്കാൻ പറ്റുന്ന ആ ഒരു കീയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. ഓരോ ക്ലാസ്സും കഴിഞ്ഞാലും ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് എല്ലാം തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ടീച്ചേഴ്സായിട്ടുള്ള ഞങ്ങൾ തന്നെ നേരിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് വാട്സപ്പ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സൈലത്തിൻ്റെ +2 വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൂടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, അഗ്നി ബാച്ചിൽ ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അടിപൊളിയായിട്ട് ക്ലാസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ സെക്കൻഡ് ബാച്ച് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 9954000800 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാം. എന്നീ കാര്യം പറഞ്ഞു ഞാൻ ആരംഭിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെൽ നമുക്ക് ആദ്യം പഠിക്കാം. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ തൊട്ട് മുൻപായിട്ട് ഒരു സെല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കേ, ആ ഏതൊക്കെ സെല്ലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്? ഇവിടെ വെച്ചിരിക്കുന്നത് സിങ്കും കോപ്പറുമാണ് അല്ലേ? ഇവിടെ വെച്ചിരിക്കുന്ന സിങ്കും കോപ്പറും എന്നീ രണ്ട് ആളുകളാണ്. സിങ്കും ഉണ്ട്, കോപ്പറുമുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ പ്രത്യേകത, ഒരു മെറ്റൽ അവൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കണം. സിങ്ക് സൾഫേറ്റ് തന്നെ മുക്കി വെച്ചിരിക്കുന്നു. കോപ്പർ സൾഫേറ്റ് തന്നെ മുക്കി വെച്ചിരിക്കുന്നു. രണ്ട് ഇലക്ട്രോലൈറ്റുകൾക്കും ഇടയിൽ എന്ത് വേണം? സാൾട്ട് ബ്രിഡ്ജ് വേണം. രണ്ട് ഇലക്ട്രോലൈറ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് സാൾട്ട് ബ്രിഡ്ജ് വെക്കുന്നുണ്ട്. സാൾട്ട് ബ്രിഡ്ജിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരുന്നുണ്ടായിരിക്കും. സാൾട്ട് ബ്രിഡ്ജിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടെയുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ട്, ഈ ഒരു സെല്ല് കംപ്ലീറ്റ് ആക്കുക, അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുക. ഈ രണ്ട് ജോലികളാണ് ഈ ഒരു സാൾട്ട് ബ്രിഡ്ജിനുള്ളത്. പിന്നെ ഈ രണ്ട് റോഡ് നമ്മളൊരു വയർ വെച്ചുകൊണ്ട് കണക്ട് ചെയ്യുകയാണ്. ആ വയറിനെ കട്ട് ചെയ്തിട്ട് ഒരു വോൾട്ട് മീറ്റർ വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബൾബ് വെക്കാം. ചെറിയൊരു ബൾബ് വെക്കുകയാണെങ്കിൽ, ഒരു LED ബൾബ് വെക്കുകയാണെങ്കിൽ LED ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കാണാം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിസിറ്റി കിട്ടുന്നത് കൊണ്ടാണ്. റെഡി? അപ്പോൾ ഇതിലാണ് നിങ്ങൾ ആനോഡും കാഥോഡും ഓക്സിഡേഷൻ എന്നീ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ഒരു സെല്ലിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ഒരൊറ്റ സംഭവം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ കുറവ് എന്ന് മാത്രം. സിങ്കും കോപ്പറും വെച്ചിരിക്കുന്നു. ഈ സിങ്കും കോപ്പറും കോമ്പിനേഷനുള്ള ഈ ഒരു സെല്ലിനെ പറയുന്ന പേരാണ് ഡാനിയൽ സെൽ. ഓർത്ത് വെച്ചോളൂ, എന്താണ് ഡാനിയൽ സെൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡാനിയൽ സെൽ എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം സിങ്കും കോപ്പറുമാണ് അവിടെ വെച്ചിരിക്കുന്നത്. സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്നു, കോപ്പർ സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്നു. അതാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ടേജ് ആണ്. 1.10 വോൾട്ടേജ് ആണ്. അതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. റെഡി? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിൽ ആരാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ആരാണ് റിയാക്ടിവിറ്റി കുറവ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയാൻ സാധിക്കും. സിങ്ക് കോപ്പർ എന്ന കോമ്പിനേഷനിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. എങ്കിൽ സിങ്കാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങാൻ നിർബന്ധിതനാകും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവൻ റിയാക്ടിവിറ്റി കൂടിയവനാണ്. റിയാക്ടിവിറ്റി കൂടിയവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ ആണ്.
ഓക്സിഡേഷൻ നടക്കുന്ന റോഡിനെയാണ് ആനോഡ് എന്ന് പറയുക. ഓക്സിഡേഷൻ നടക്കുന്ന റോഡാണ് ആനോഡ്. അപ്പോൾ നിങ്ങളുടെ ആനോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ വേണം നിങ്ങൾ എഴുതാൻ. റിയാക്ടിവിറ്റി കുറവുള്ളവൻ ഇലക്ട്രോണിനെ വാങ്ങാൻ നിർബന്ധിതനാകും. റിയാക്ടിവിറ്റി കുറവായിട്ടുള്ള മെറ്റലിൻ്റെ അയൺ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങും. ഇലക്ട്രോണിനെ വാങ്ങിച്ച റിഡക്ഷൻ നടക്കുന്ന റോഡിനാണ് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെല്ല് തന്നുകൊണ്ട് ഇതിൻ്റെ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ആനോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതുക, കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ റിയാക്ഷൻ എഴുതുക. ഇപ്പോൾ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ സിങ്ക് എന്താണ് ചെയ്യുക? സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. നോക്കണേ, സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു എന്ന റിയാക്ഷൻ ഞാനിവിടെ എഴുതാനായിട്ട് പോവുകയാണ്. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് വേണം എഴുതാൻ. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതായിട്ട് മാറും Zn2+ ആയിട്ട് മാറും, +2 ഇലക്ട്രോൺ. റെഡി. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ഈ ഓക്സിഡേഷൻ നടക്കുന്ന റോഡിനെയാണ് ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡിലെ റിയാക്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സിമ്പിൾ, കഴിഞ്ഞു. ആനോഡിലെ റിയാക്ഷൻ എഴുതാന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ എഴുതുക. അത് ഏത് സെല്ലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 2, ഇവിടെ കോപ്പറിൻ്റെ കേസ് എടുക്കാം. കോപ്പറിൻ്റെ കേസിൽ കോപ്പർ എന്താ ചെയ്യുക? റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ, സിങ്കിനെ അപേക്ഷിച്ച് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക. ഒരിക്കലും കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങില്ല. ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്ന് എഴുതരുത്. ഒരു മെറ്റലും ഇലക്ട്രോണിനെ വാങ്ങില്ല. മറിച്ച് കോപ്പറിൻ്റെ അയണാണ് ഇലക്ട്രോണിനെ വാങ്ങുക. Cu ഒരിക്കലും ഇലക്ട്രോണിനെ വാങ്ങില്ല. മറിച്ച് Cu2+ ഇലക്ട്രോണിനെ വാങ്ങും. എത്ര ഇലക്ട്രോണിനെ വാങ്ങും? ചാർജ് എത്രയാണോ അത്ര ഇലക്ട്രോണിനെയാണ് വാങ്ങുക. Cu2+ ആണ്. അപ്പോൾ അവർ 2 ഇലക്ട്രോണിനെയാണ് വാങ്ങുക. വാങ്ങിച്ച് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോണിനെ വാങ്ങുന്ന റിയാക്ഷൻ, ഇലക്ട്രോണിനെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ വേണം ഇലക്ട്രോണിനെ എഴുതുവാനായിട്ട്. ഇലക്ട്രോണിനെ വാങ്ങുന്ന ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷനാണ്. ഈ റിയാക്ഷൻ എന്താണ്? റിഡക്ഷനാണ്. ഈ റിഡക്ഷൻ നടക്കുന്ന റോഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാഥോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? റിഡക്ഷൻ റിയാക്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ കാഥോഡിലെ റിയാക്ഷൻ നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഓവറോൾ റിയാക്ഷൻ എഴുതണം, അതായത് സെൽ റിയാക്ഷൻ എഴുതണം. സെൽ റിയാക്ഷൻ എഴുതുമ്പോൾ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാവരെയും ഒരുമിച്ച് എഴുതുക, ആരോ മാർക്ക് ഇടുക, ശേഷം ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ എല്ലാവരും എഴുതുക. അതിൽ ഇലക്ട്രോൺ വെട്ടിപ്പോകണം. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ വെട്ടിപ്പോകും. വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇവനെയും ആരോ മാർക്കിൻ്റെ ലെഫ്റ്റിൽ എഴുതുക, ഇവനെയും ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡ് എഴുതുക. അപ്പോൾ എന്താണ് എഴുതുക? Zn + Cu2+ ഗിവ്സ് റൈറ്റ് സൈഡ് Zn2+ Cu. ഇതാണ് സെൽ റിയാക്ഷൻ. കഴിഞ്ഞു. ഇതാണ് സെൽ റിയാക്ഷൻ. അപ്പോൾ എന്തൊക്കെ ആയി കഴിഞ്ഞു? ആനോഡുള്ള റിയാക്ഷൻ, കാഥോഡുള്ള റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ, ഇതെല്ലാം എഴുതി കഴിഞ്ഞു. റെഡി. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി എന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. എങ്കിൽ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ആനോഡ്. റിയാക്ടിവിറ്റി കുറവുള്ളവനാണെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങിക്കും. ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ റിഡക്ഷൻ ആണെങ്കിൽ അത് കാഥോഡ്. റിയാക്ടിവിറ്റി കുറവുള്ളവൻ കാഥോഡ്. ഇനി ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ കാര്യം പറയേണ്ടതുണ്ട്. ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? സിങ്കാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. കോപ്പറിൻ്റെ ഭാഗം ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ട്, ഒരു വയർ വഴി ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു സാധാരണ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. എങ്ങനെയാണ്? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അത് നേരെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. ഇവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? സിങ്ക് ടു കോപ്പർ ആണോ, കോപ്പർ ടു സിങ്ക് ആണോ? റിയാക്ടിവിറ്റി കൂടിയവൽ നിന്ന് കുറഞ്ഞവരിലോട്ടായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. അതായത് സിങ്കാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ സിങ്കിൽ നിന്ന് കോപ്പറിലോട്ടായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട് ഇലക്ട്രോണിൻ്റെ ഫ്ലോ. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ. എങ്കിൽ ഇതായിരിക്കും നെഗറ്റീവ്, ഇതായിരിക്കും പോസിറ്റീവ്. റിയാക്ടിവിറ്റി കൂടിയവൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിനൊരു കോഡും കൂടെ ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. LOAN ലോൺ എന്ന് പറഞ്ഞ കോഡ് ഓർക്കാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് മാത്രമാണ് ഈ ഒരു കോഡ് എന്ന് ഓർക്കുക. ഇലക്ട്രോലിറ്റിക് സെല്ലിന് ഇല്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോലൈറ്റിക് സെല്ലിന് ഈ കോഡല്ല. അവിടെ വേറെ രീതിക്ക് നമുക്ക് പഠിച്ചു വെക്കാം. ലോൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ അത് ഓക്സിഡേഷൻ നടക്കുന്ന റോഡ് ആനോഡാണെങ്കിൽ അത് നെഗറ്റീവ്. എവിടെ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ മാത്രം ആനോഡാണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ്. അപ്പോൾ ലോൺ എന്ന് പറഞ്ഞ കോഡ് വെച്ച് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ
ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ, ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, ആനോഡ് റിയാക്ഷൻ എന്താണ്, കാഥോഡ് റിയാക്ഷൻ എന്ന് ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്, സെൽ റിയാക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അതിന് എന്തറിഞ്ഞിരുന്നാൽ മാത്രം മതി ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ആർക്കാണ് റിയാക്ടിവിറ്റി കുറവ്. സാർ അതങ്ങനെയാണ് സാർ അധികം 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇലക്ട്രോ കെമിക്കൽ സെല്ല്. അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് നേടാൻ മൊത്തം കാര്യങ്ങൾ എഴുതാൻ സാധിക്കും. അതിനപ്പുറം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒരു സ്ലൈഡ് ഞാൻ എക്സ്ട്രാ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് അയച്ചു തരാവുന്നതാണ്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ തന്നെ അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണിത്. താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറഞ്ഞു വരികയാണ്. ഹൈഡ്രജന് മുകളിലോട്ട് പോകുമ്പോൾ റിയാക്ടിവിറ്റി കൂടുകയും താഴത്തോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയുകയുമാണ്. റിയാക്ടിവിറ്റി കുറവുള്ളവർ ആരൊക്കെയാണ് എന്നും റിയാക്ടിവിറ്റി കൂടുതലുള്ളവർ ആരൊക്കെയാണ് എന്നും മാത്രം അറിയുക. ആരാണ് മുകളിൽ ആരാണ് താഴെ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പം മെഗ്നീഷ്യം സിങ്ക് എടുക്കുന്നു, മെഗ്നീഷ്യം സിങ്ക് എടുത്താൽ ആരാണ് മുകളിൽ കിടക്കുന്നത് അവനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. എവിടെയാണ് മെഗ്നീഷ്യം? ഇവിടെയാണ് സിങ്ക് ഉള്ളത്, ഇതാണ് സിങ്ക്, ഇതാണ് മെഗ്നീഷ്യം. സിങ്കും മെഗ്നീഷ്യം എടുത്താൽ മെഗ്നീഷ്യമാണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ മെഗ്നീഷ്യമാണ് റിയാക്ടിവിറ്റി കൂടുതൽ എന്ന അറിവ് മാത്രം മതി നിങ്ങൾ ഇത് മുഴുവൻ കാര്യങ്ങളും എഴുതുവാനായിട്ട്. ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം എഴുതാവുന്നതാണ്. ഓക്കെ റെഡി? ഒന്ന് വേഗം പറഞ്ഞു പോകുന്നത്, ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അവൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ അത് ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ആനോഡ് ആണെങ്കിൽ നെഗറ്റീവ്. റിയാക്ടിവിറ്റി കുറവുള്ള ഇലക്ട്രോണിനെ വാങ്ങിക്കും, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ അത് റിഡക്ഷൻ ആണെങ്കിൽ അത് കാഥോഡ് ആണെങ്കിൽ അതിന് പോസിറ്റീവ്. സെറ്റാണ്. ഒരൊറ്റ കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, അതാണ് സെൽ റെപ്രസെൻറ്റേഷൻ. ഈ വർഷം നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണ്. സെൽ റെപ്രസെൻറ്റേഷൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ സ്ലാഷ് എഴുതുക. ഈ ഡബിൾ സ്ലാഷ് എന്ന് പറയുന്നത് സാൾട്ട് ബ്രിഡ്ജാണ്. സാൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിലുള്ളവൻ ആനോഡും റൈറ്റിലുള്ളവൻ കാഥോഡുമായിരിക്കും. സാൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിലുള്ളവൻ ആനോഡും റൈറ്റിലുള്ളവൻ കാഥോഡുമായിരിക്കും. ഇവിടെ ആരാണ് ആനോഡ്, അവന് സംഭവിക്കുന്ന മാറ്റം എന്താണ്? ഇവിടെ ആരാണ് കാഥോഡ്, അവന് സംഭവിക്കുന്ന മാറ്റം എന്താണ്? ഇത് മാത്രം മതി ഇത് മൊത്തം എഴുതാൻ. ആനോഡ് ആരാണ്? സിങ്ക് ആണ് ആനോഡ്. സിങ്കിന് സംഭവിക്കുന്ന മാറ്റം എന്താണ്? Zn2+i. എന്താണ്? Zn2+i. പരിപാടി കഴിഞ്ഞു. ആക്ച്വലി ഇത് സിങ്ക് മെറ്റലും ഇത് സിങ്കിൻ്റെ ഇലക്ട്രോലൈറ്റുമാണ്. പക്ഷെ നമ്മൾ പറയാൻ വേണ്ടി അല്ലെങ്കിൽ വേഗത്തിൽ ഈസിയായിട്ട് മനസ്സിലാക്കുവാനും എഴുതാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സിങ്ക് Zn2+ ആയിട്ട് മാറും. ഇനി അടുത്തത് കാഥോഡ് ആരാണ്? കാഥോഡ് കോപ്പറാണ്. കോപ്പറിന് സംഭവിക്കുന്ന മാറ്റം എന്താണ്? Cu2+Cu1. റെഡി? ഇങ്ങനെയാണ് Cu2+Cu1. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന മൊത്തം സംഭവം സെറ്റാണ്. ഇത് നമുക്ക് സെൽ പൊട്ടൻഷ്യൽ പഠിക്കണം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിക്കണം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിക്കണം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിക്കണം. അതിനോടൊപ്പം തന്നെ നേൺസ് ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട്. അതിനപ്പുറം തന്നെ ബാറ്ററി മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതുണ്ട്. ഈ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ അഗ്നി ബാച്ചിൻ്റെ 2.0 നമ്മൾ അടിപൊളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വന്ന് ജോയിൻ ചെയ്യുക. 995400 നമ്മൾ കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ വേഗം ഒന്ന് അഡ്മിഷൻ എടുക്കുക. പിന്നീട് പഠിക്കാമെന്ന് മാറ്റി വെക്കരുത്. നിങ്ങൾ പിന്നീടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതേ ഫീസ് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ക്ലാസ്സുകളൊന്നും ലൈവ് ക്ലാസ്സിലൂടെ ആദ്യം മുതൽ എടുത്തു തരാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ എടുത്ത് തീർക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് പിന്നീട് കാണാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എത്രയും നേരത്തെ അഡ്മിഷൻ എടുത്താൽ അത്രയും നല്ലത് എന്ന് പറയുന്നത്. ഓക്കെ റെഡി? അപ്പോൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുവാനായിട്ട് ആ നമ്പർ കോൺടാക്ട് ഉടനെ അഡ്മിഷൻ എടുക്കുക. ടീച്ചേഴ്സിൻ്റെ അതായത് ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ കൂടിയുണ്ട്, അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുമായി നേരിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തണം. ഓക്കെ, ഞാൻ എല്ലാവരുടെ കമൻറ്റ് വരുന്നത് വായിക്കും, എല്ലാവർക്കും ഒരു ഹാർട്ട് തരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്ത് ദോഷം ഞാൻ വീണ്ടും ടോപ്പിക്